ക്കാൻ പോകുന്നു ഗൈസ്. രാവിലെ എനിക്ക് എന്തിന്റെ കേടാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ചുമ്മാ ഇരുന്ന് വെളയിലോട്ട് പോയി കീര പറിക്കാൻ ഭയങ്കരമായിട്ടുള്ള കൊതി. കീര കൊതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ കൊതി? അങ്ങനെ കീര അന്വേഷിച്ച് പോയപ്പോൾ കാണാൻ കീര ഏതാ കുരുമുളക് ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കീര കുരുമുളകായിട്ട് ഇണങ്ങി ചേർന്ന് കിടക്കുന്നു ഗൈസ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാരണം കീരയാണെങ്കിൽ കുരുമുളകിന്റെ കൂടെ അങ്ങ് വള്ളിയായിട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് കീര എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കണല്ലേ? വേറെ മധുരക്കീരയാണ്. മധുരക്കീര ഇങ്ങനെ വള്ളി പോലെ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞാനൊക്കെ നമ്മുടെ കുറ്റിച്ചെടിയും ചെറിയ ഇലയാണ്. പക്ഷെ ഇത് നല്ല വലിയ ഇലയും നല്ല വലിയ വള്ളിയായിട്ട് പോവുകയാണ് ഗൈസ്. ആന്റി ഇങ്ങനെ കാണിച്ചു തരുന്നത് മേളോട്ട് പോവുകയാണ്. ആന്റിയാണ് കൃഷിയുടെയൊക്കെ ഉത്തരവാദിത്തമല്ല ആന്റിയാണ് ഇതൊക്കെ കൃഷി ചെയ്യണത് കേട്ടോ. ആ കീര പറിക്കാൻ വേണ്ടി ഞാൻ ദാ വള്ളി പറിക്കുകയാണ് കേട്ടോ. വള്ളി കണ്ട് കീരയാണോ കുരുമുളകാണോന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് കീര വലിച്ചു പിടിക്കുകയാണ് ഗൈസ്. കീരയാണ് ഒരു തരത്തിൽ വരില്ല, ഞങ്ങൾക്ക് വരൂലേ എന്നും പറഞ്ഞ് കുരുമുളകിന്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങി വാടാന്നും പറഞ്ഞ് ഞാൻ വലിക്കുകയാണ് ഗൈസ്. കീരയും ഞാനും തമ്മിൽ കുറച്ച് വലിയൊരു യുദ്ധത്തിലായിരുന്നു. കാരണം കീര ഒരു തരത്തിൽ ഇങ്ങോട്ട് വരൂല. അതുകൊണ്ട് ഇതാണ് കീര പറിക്കുന്നതിന്റെ കൂട്ടത്തിൽ കീര പോരായിട്ട് കോഴിയും കൂടെ വന്ന് തിന്നുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ചേട്ടനാണെങ്കിൽ കോഴി കൊടുക്കണം. ഓക്കെയാണ്. ഒന്നാമത് കീര പറിച്ച് കഷ്ടപ്പെട്ടാണ് പോകുന്നത്. എന്റെ കോഴിയും കൂടെ വന്നു. കാരണം മൂട്ടിലുള്ള കീര മൊത്തം കോഴി തന്നെ കൊത്തിപ്പറക്കി തിന്നത് കേട്ടോ. അത് മേലിൽ നിന്നാണ് പറിച്ചത്. കമ്പൊക്കെ ഒടിച്ച് പറക്കി പിന്നെ അവിടെ കളഞ്ഞു. പിന്നെ അതിൽ നിന്ന് കുറച്ച് കീര ഉണ്ട്. അത് പിന്നെ കോഴി അഡ്ജസ്റ്റ് ചെയ്ത് തിന്നോളൂ. ഇതാണ് കുരുമുളക് കേട്ടോ. എന്നാൽ ഇതെല്ലാം വിളഞ്ഞു നിൽക്കുകയാണ്. ഇതുപോലെ ഇത് വേറൊരു മൂടാണ് കേട്ടോ കുരുമുളകിന്റെ. ഇതിന് നിറച്ച് വിളഞ്ഞു നിൽപ്പുണ്ട്. താഴോട്ടൊക്കെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. മേളിലോട്ടൊക്കെയാണ് വിളഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഇത് എന്ന് വെച്ചാൽ നെല്ലിക്കയാണ്. നെല്ലിക്ക എന്ന് പറയുമ്പം ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, അങ്ങനെയാണ് ഞാനൊക്കെ പറയണത്. ഈ നെല്ലിക്ക ഇവിടെ കൊണ്ട് കാണിച്ചു തരാവേ. പക്ഷെ അത് കാണാൻ പറ്റൂല. അടുത്ത് എവിടെയെങ്കിലും കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മേളോട്ട് നിൽക്കുകയാണ് കേട്ടോ നെല്ലിക്ക. എന്തോ ഒരെണ്ണം നിപ്പുണ്ട്. അത് കാണാൻ പറ്റൂല. ഞാൻ അടുത്തോട്ട് കാണിച്ചു തരാം കേട്ടോ കുറച്ചും കൂടെ. ഈ നെല്ലിക്ക ചിലവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്കൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ കഴിക്കാറില്ല ഇത്. ഇതാണ് നെല്ലിക്ക കേട്ടോ. പിന്നെ ശീമ നെല്ലിക്കാന്ന് പോലെ ഇരിക്കും. ശീമ നെല്ലിക്കയല്ല പക്ഷെ. ഇത് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു 5-6 മൂടുണ്ട്. പക്ഷെ എല്ലാം കോഴി പറക്കി തിന്ന്. പിന്നെ 2-3 മൂട് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ കീരയൊക്കെ പറിച്ചില്ല. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവുന്നത് കീര വെച്ച് കുറച്ച് ഷോ ഒക്കെ എടുക്കുവാണ് ഗൈസ്. അതായത് കീരയൊക്കെ പറിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോണ വഴി ഞാൻ കോഴി ഉണ്ടാവും നോക്കിയാണ് പോണത് കേട്ടോ. ചില കോഴി ചിലപ്പോൾ കൊത്തിയാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana, la Mariana, la Mariana, la Mariana, la Mariana.